കൺസിസ്റ്റൻസി ഈസ് കീ. എന്തിന്റെ എന്തിന്റെ കീയാ കൺസിസ്റ്റൻസി? കൺസിസ്റ്റൻസി എപ്പോഴും വിജയത്തിന്റെ കീ ആണ്. നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ, എന്തൊരു ഗോൾ ചെയ്യുമ്പോഴും അത് നമ്മൾക്ക് പെട്ടെന്ന് കിട്ടില്ല അല്ലെ. പലരും പറയും ലക്കാണെന്ന്. ലക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ഗോള് നമ്മളിലേക്ക് വരികയാണെങ്കിൽ അത് ഒരിക്കലും ലക്ക് വഴി കിട്ടില്ല. ലക്ക് രണ്ടു തരം ലക്ക് ഉണ്ട്. ഒന്ന് സഡൻലി, ഇപ്പൊ നമ്മൾ പറയല്ലോ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അത് അടിക്കുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു ലക്കാണ്. ആ അടിച്ച പൈസ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ വ്യക്തി ഡെവലപ്പായി വന്നിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ലക്കാണ്. അത് ആ വ്യക്തി സ്വയം എടുത്ത ലക്കാണ്, സ്വയം പ്രയത്നിച്ചെടുത്ത ലക്കാണ്. അല്ലാതെ എന്റെ വീട്ടിലൊക്കെ പണ്ട് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ലോട്ടറി എടുക്കാൻ പാടില്ല, നന്നാവില്ല ലോട്ടറി എടുത്തവരെന്നുള്ളത്. ശരിക്കും എന്താണ്, ആ ലക്ക് നമുക്ക് ദൈവം തന്നതാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തൊരു ലക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അതിനെ പ്രയത്നിച്ച് ഏത് രീതിയിൽ അതിനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്, അതിനെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാത്തതാണ് നമ്മൾ അൺലക്കായി പോയത്. രണ്ടു തരം ലക്ക് ഉണ്ട്. അപ്പം നമ്മുടെ ലൈഫ് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളൊരു കാര്യത്തെ, നമ്മൾ ചെയ്യുന്ന വർക്ക് ആയിക്കോട്ടെ, അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, കൂടുതലായിട്ട് സ്കില്ല് പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഒരു കാര്യത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ആവുക, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാം. അല്ലാതെ നമ്മളൊരു കാര്യത്തിനെ ഇത് എന്റെ ഗോളാണ്, ഞാനിത് ഇഷ്ടമാണ്, ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. കുറെ കഴിഞ്ഞ് പിന്നെയും നമുക്ക് അയ്യോ ഞാനൊന്നും പറ്റില്ല, എനിക്കൊന്നും ആവാൻ പറ്റില്ല, ഞാൻ തോറ്റുപോയല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ പിന്നെയും വന്നിട്ട് എന്താക്കും, ആദ്യം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം പഠിക്കുകയാണെങ്കിലും അത് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാണ്, റെഗുലർ ആയിട്ട് എപ്പോഴും നിങ്ങൾ ഒരു മടുപ്പും കൂടാതെ അത് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ, ആ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് സക്സസ് ആകണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കാൻ വേണ്ടി പഠിക്കുക.